ഹേ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീനിമാവാണ് കേട്ടോ. ചീനിമാവ് അവലൂസ് പൊടി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകി എടുക്കുക. തേങ്ങ എത്ര അധികമായാലും നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചട്ടിയിലേക്ക് അല്പം ജീരകപ്പൊടി ഇടുക. ജീരകപ്പൊടി മസ്റ്റാണ്. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കുറേശ്ശായി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പച്ചരി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് എല്ലായിടത്തും എല്ലാം പിടിക്കുന്ന രീതിക്ക് നന്നായി കുഴച്ചെടുക്കണം. കുറച്ച് അധിക സമയം തന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കും. നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്കൊരു പാത്രം വെച്ച് മൂടിയെടുക്കുക. ഇനി 2-3 മണിക്കൂർ അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഒന്ന് പാത്രത്തിൻ്റെ മൂടി തുറന്ന് നന്നായിട്ട് ഈ മിക്സ് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി ഒന്നും കൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി അതിലേക്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിൽ പിടിക്കാണ്ട് കരിഞ്ഞു പോകാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. വെള്ള നിറത്തിലുള്ള ഈ മാവ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടതടവില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പരുവം. ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാം. ഇനി കുറച്ച് ശർക്കര അതിലേക്ക് ചീകി ചേർക്കാം. യൂസ് ചെയ്യാതെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ചീകി നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി ഇത് മാറ്റാം. കട്ടൻ ചായയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.